ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. അഗെയിൻ നമ്മളൊരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പം വീഡിയോസ് കാണുന്നവർക്കറിയാം, ശ്രുതി ആൻഡ് ജൂബിൻ. ആൻഡ് ഇത്തവണ നമ്മൾ വാൽപ്പാറയ്ക്കാണ് ട്രിപ്പ് പിടിച്ചേക്കുന്നത്. ആൻഡ് നമ്മൾ ആസ് യൂഷ്വൽ മിഡ് നൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി വെളുപ്പിനെ ആയപ്പോഴത്തേക്കും അതിരപ്പള്ളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ നമുക്കൊരു ടിക്കറ്റ് പോലത്തെ സാധനം കണ്ടില്ലായിരുന്നു. അത് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ നമ്മൾ ഫോറസ്റ്റ് എൻറ്റർ ചെയ്യുന്ന ടൈം, ഇത് ഇത്രയും അതിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ ഫോറസ്റ്റ് കയറി. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മലയണ്ണയാനയാണ്. ഇതിനെ ഇങ്ങനെ കണ്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാട്ടോ പോയത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും സൈറ്റിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വേനലായതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി പോകുമ്പം ദേൻ്റെ ഒരാന. എത്ര ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ നല്ല ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടവും മൂത്രം ഒഴിച്ചിട്ട് നനവ് റോട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ പറയുമായിരുന്നേ, ശ്രദ്ധിക്കുക, സൗണ്ട് മറ്റേ ഇല്ലി ഒടിക്കണ സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ച് സ്ലോ ഡൗൺ ചെയ്ത് ശ്രദ്ധിച്ച് പോയപ്പോൾ തേൻ്റെ ഇല്ലി ഒടിക്കുന്ന സൗണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആ കാട്ടിനുള്ളിൽ ആനേനെ കണ്ടു. എനിക്ക് ആക്ച്വലി ആന ഭയങ്കര പേടിയുള്ള ഒരു സാധനമാണ്. പക്ഷേ ആ കണ്ട ഒരു 2 സെക്കൻഡ് എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വന്നു. കുരങ്ങന്മാർ, ഞങ്ങൾ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് പോയത്. അതിൽ കാണുമ്പോഴാണ് അറിയുന്നത് ഓരോ മങ്കീസ്, ഓരോ ടൈപ്പ് കുരങ്ങന്മാർ, ഇവരുടെയൊക്കെ പേരിതാണ്. എനിക്ക് കുരങ്ങന്മാരെല്ലാം കുരങ്ങന്മാരാണ്, മാനെല്ലാം മാനാണ്, അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഓരോന്നിൻ്റെ പേരും ഓക്കെ ഇന്ന ഓരോ കുരങ്ങനെ കാണുമ്പോൾ ഇന്നതാണെന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയി. ഇത്തവണ ആക്ച്വലി സമ്മർ, നമ്മൾ ഈ വീഡിയോസ് കണ്ടിട്ടാണ് പോയതെങ്കിലും സമ്മർ ആയതുകൊണ്ട് എത്രത്തോളം സൈറ്റിങ് കിട്ടും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടെ പോകേണ്ടത് എനിക്കൊന്നും കണ്ട വീഡിയോസ് വെച്ചിട്ട് റെയിനി സീസണൊക്കെ ആകുമ്പോഴാണ് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി സൈറ്റിങ് കിട്ടുക. പക്ഷേ സമ്മറായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അതിനു വേണ്ടി ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ ആകെ 2 ഫോണാണുള്ളത്. അതായത് പ്രൊഫഷണൽ ക്യാമറാസ് ഒന്ന് സൂം ഇൻ ചെയ്തെടുക്കാനും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ള 2 ഫോണാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നതും. അപ്പോൾ അതിൻ്റേതായ എല്ലാ പരിമിതികളും ഉണ്ട്. അതായത് കുറച്ച് ഡിസ്റ്റൻസിലുള്ള സാധനം സൂം ചെയ്ത് വരുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ആനകളുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്? ആ അനക്കം, ആ ചെവി അനങ്ങുന്നുണ്ടോ? അത് കാണുമ്പോഴായിരിക്കും പിന്നെയും അവിടെ ആന അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആക്ച്വലി 3-4 ആനകളുണ്ട്. 2 വലുതും 2 ചെറുതും, അങ്ങനെ 3-4 ആനകളുണ്ടായി. നമ്മളിവരെ ഒരു റോഡ് സൈഡിൽ ഒതുക്കി. മുന്നേ വന്ന വണ്ടിക്കാരാട്ടോ പറഞ്ഞത് അവിടെ ആനയുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ആനയുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ നോക്കി വന്ന് ഒതുക്കി നിന്നപ്പം നമ്മുടെ ബാക്കിൽ വന്ന വണ്ടിക്കാർ ഫ്രണ്ട് കയറ്റി റോഡിന് നടുക്കൂടെ ഇങ്ങനെ തലങ്ങൊക്കെ ആയിട്ട് വണ്ടി വെച്ചിട്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. ഇറങ്ങാൻ പാടില്ലാത്ത ഏരിയയല്ലേ. കയറാൻ പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഓടിക്കുന്ന ആൾ ഹോൺ അടിക്കുക. ആന ഇത്ര അടുത്ത് നിൽക്കുവാണ്, ഹോൺ അടിക്കുക. അതും അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ വിവരമില്ലായ്മ കാണിക്കുന്ന അവർ ഡോക്ടേഴ്സായിരുന്നു. അതാണ് അതിലും വലിയ കോമഡി. ഓക്കെ, അങ്ങനെ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ആനകളെ കണ്ട് എന്ന് വെച്ചാൽ സമ്മറിൽ ഇത്ര സൈറ്റിങ്സ് കിട്ടും എന്ന് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് മുന്നേയും ഇതുപോലെ ട്രിപ്സ് പോയിട്ടുണ്ട്. ട്രിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു 8 ഇയേഴ്സോളം വയനാട്ടിലായിരുന്നു. ഓക്കെ, അങ്ങനെ പക്ഷേ എനിക്ക് ഇതുവരെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഇങ്ങനെ ഒരു സൈറ്റിങ് കിട്ടിയതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാനേനെ ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത്. അതും ആന എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വപ്നം കാണും ആന ആന ചവിട്ടി കൊല്ലുന്നത്. കൊന്നിട്ടില്ല ഇതുവരെ, പക്ഷെ അതുപോലെ സ്വപ്നം കാണും. അതായത് ആന ചവിട്ടാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉറക്കം എണീക്കും അങ്ങനെ. അപ്പോൾ എനിക്ക് ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സാധനമാണ്. എന്നാലും അതായത് ഞാൻ പറഞ്ഞു, അതിനെ കണ്ട് ആ ഒരു ഫസ്റ്റ് 2 സെക്കൻഡ് എനിക്ക് പേടി, ആ ഒരു ഷോക്കായിരുന്നു. പിന്നെ ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു അത് അവിടെ നിന്ന് ഇല്ലിയൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഇതിൽ എൻ്റെ പൊന്നോ,
അത് ഞാൻ കാണുമ്പോൾ പറയാം കേട്ടോ. അതെനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിപൊളി മെമ്മറിയാണ്. നമുക്ക് എനിക്കറിയത്തില്ല, അത് കാണുമ്പോൾ പറയാം. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, സമ്മർ എന്ന് പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഒരു 3rd വീക്കിലൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ ചൂടുണ്ട് സ്റ്റിൽ. പച്ചപ്പ് കണ്ടോ, നല്ല പച്ചപ്പും. അതുപോലെ ആതിരപ്പള്ളി അവിടെ ആയിരുന്നെങ്കിലും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. പക്ഷെ അത് ഫോളായിട്ടില്ല, വാട്ടർഫോളായിട്ടില്ല, പക്ഷെ രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും കണ്ടോ, ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒഴുകുന്ന അരുവിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളവും എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ സമ്മർ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഗ്രീനറി ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും ഈ ഒരു ടൈമിലും അത്രയും ആനിമൽസെന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റിൽ കണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കുറേ ആനകൾ, അതായത് ഒരു 3-4 ആനകളെ കണ്ടായിരുന്നു. പിന്നെ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മറ്റേ എക്സ്പീരിയൻസ് പറഞ്ഞതും അത് ഒരു മയിലാണ്. ഇപ്പോൾ മയിലിനെ കാണുന്നത് എന്താ അത്ര വലിയ ഇതെന്ന് വിചാരിക്കും. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോഴേ അതിൻ്റെ ആ ഒരു കിട്ടി നമ്മുടെ മയിൽ. ഇത് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ റോഡിൻ്റെ ആ പുല്ലിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നിർത്തി, നല്ല വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയപ്പോൾ പുള്ളി ഒരു പേടിയില്ലാതെ നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മുടെ അടുത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് എടുത്തൊന്നുമല്ല. ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്, വിൻഡോ സീറ്റിൽ. ആ വിൻഡോന്ന് ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെച്ച് എടുത്ത വീഡിയോ ആണ്, അല്ലാണ്ട് ഒരിറ്റ് പോലും സൂം ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും ക്ലോസിൽ കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം മാത്രമല്ല, പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ മയിലുള്ളതാണ്, പക്ഷെ ഞാൻ ഇത്ര അടുത്തൊരു മയിലിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പുള്ളിയാണെങ്കിൽ കാറിൻ്റെ അടുത്തടുത്ത് വന്ന് എൻ്റെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡാണ്, നേരെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ എത്തിപ്പിടിച്ച് നോക്കുക. ഞങ്ങൾ എന്നിട്ട് പറയുന്നത് എന്തോ ഉണ്ണിയായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഉണ്ണീനെ ഭയങ്കരമായി ബോധിച്ചു എന്ന്. എന്നിട്ട് നൈസായിട്ട് കാറിൻ്റെ ബാക്കിലേക്ക് പോയിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാനെന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇത്രയും അടുത്ത് വന്നില്ലേ, നല്ല കമ്പനി ആവണ ടൈപ്പ് മയിലാണെന്ന് തോന്നുന്നു. ഈ കാറിൻ്റെ ഡോറ് തുറന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളിയായിട്ട് അകത്ത് കയറി വന്നേനെ. അങ്ങനെയാണ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതിനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് ഓരോന്നും തോന്നുമല്ലോ. അങ്ങനെ തോന്നിയതാണ്. തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിൽ തിരിച്ചു പോകുകയാണെങ്കിൽ പൊക്കോട്ടേലേ, നമ്മുടെ അടുത്ത് ഇത്രയും കൊണ്ടുവരത്തൊന്നും ഇല്ല. അത് വേറെ കാര്യം, അത് ഫാക്റ്റ്. നമുക്ക് വന്നൊരാഗ്രഹം നമ്മളതങ്ങ് പ്രകടിപ്പിച്ച് പറയുന്നു, അതിലിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കമ്പനിയായിട്ട് വന്നപ്പോൾ അതിനെ കയറ്റി കൊണ്ടുപോയെന്ന് വെച്ചാൽ അതിനെ കൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്, ചിലപ്പോൾ വന്നേനെ എന്നൊക്കെ എനിക്ക് തോന്നി. അതെൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ട ഒരു അടിപൊളി ഐറ്റം ആ ഇടയിൽ കണ്ടതേ നമ്മുടെ നാട്ടിലെ സാധാരണ പോത്തായിരുന്നു കേട്ടോ. ഞാൻ കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ പോത്തിനെയാണോ കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. കാട്ടുപോത്തിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയത് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതാണ് കാട്ടുകോഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് കണ്ടു എൻ്റെ പൊന്നെ. അതുമാത്രമല്ല, വേറെയും ഞങ്ങൾ കണ്ടായിരുന്നേ. കളർ എന്തോ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര വൈബ്രൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുള്ളാണ് കാട്ടുകോഴി. പൂവൻ കോഴി കേട്ടോ, അത് എടുത്തു പറയണമല്ലോ. പെടക്കോഴികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒതുങ്ങിയ ഒരു ഗ്രേ കളറ്, ഒരു നരച്ച പോലത്തെ കളറ്, അങ്ങനെ ഭയങ്കര ഒതുങ്ങിയ പ്രാവിനെ പോലെയൊക്കെ ഇരിക്കുന്നൊരു രൂപമായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, സമ്മറാണെങ്കിലും മാർച്ച് 3rd വീക്കൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയത്. പക്ഷെ വെള്ളം കണ്ടോ, ഇതിൻ്റെ അക്കരെയാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. അക്കരെ ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് അപ്പുറമായിട്ട് ഇങ്ങനെ ടെൻറ്റ് പോലെ കെട്ടി താമസമുള്ള, എന്ന് വെച്ചാൽ ആ കാട്ടിനുള്ളിലെ ഈ ട്രൈബൽസ് എനിക്കങ്ങനെ എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അവിടെ അങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി സ്റ്റേ ചെയ്യുന്നുണ്ട്, കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ കണ്ട ആ സെയിം സാധനം നമ്മൾ സെയിം പുഴ നമ്മൾ പാലം കയറി പോവാണ്. ഓക്കെ, കണ്ടോ എന്ത് എന്ന് വെച്ചാൽ ഭയങ്കരമായ ഗ്രീനറിയും ഭയങ്കര തണലും ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു നല്ല ബ്രീസ് എന്നൊക്കെ പറയില്ലേ, നല്ല തണുപ്പുള്ള ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വെയിലും ഒക്കെ വന്ന് അങ്ങനെ
പിന്നെ ഇനിയിപ്പോൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇതിപ്പോൾ സൈറ്റ് സീയിങ് ഇതിൽ അത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കണ്ടു, ആനകളെ കണ്ടു, അത്യാവശ്യം നല്ല രീതിക്ക് ആനകളെ കണ്ടു. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കളർഫുൾ കാട്ടുപോകീന്ന്, അത്യാവശ്യം ആനകളെ കണ്ടു. പിന്നെ എന്താ പറയുക, കാട്ടുപോത്ത് ഇതിലില്ല, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഇത് 2 പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ അതല്ലാന്നാണെങ്കിൽ വല്ലാണ്ട് ലോങ് വീഡിയോ ആയി പോവും. പിന്നെ ഓക്കെ, നമ്മൾ ഒരു ദിവസം, അതായത് സ്റ്റാർട്ട് ചെയ്തത് വെളുപ്പിനെ ഒരു 3 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ടിക്കറ്റും കാര്യങ്ങളും നമ്മൾ മുകളിലൊരു ചെക്ക് പോസ്റ്റ് കൊടുക്കണം. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ഫോറസ്റ്റ് കിടക്കാനായിട്ട് അവർ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ടൈം 2 hours ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമും നമ്മൾ എക്സിറ്റ് എത്ര മണിക്കാണ് ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ ആ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ആ ടിക്കറ്റ് അവർ അവിടെ മുകളിലത്തെ ചെക്ക് പോസ്റ്റിൽ വാങ്ങി വെക്കുകയും ചെയ്യും. അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കണം, അത് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ കൊടുക്കുകയും ചെയ്യണം. ആൻഡ് ഒരു 6 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഇടത്തുനിന്നും കയറ്റി വിടത്തില്ല. 2 ചെക്ക് പോസ്റ്റിൽ നിന്നും അകത്തേക്ക് 6 മണിക്ക് ശേഷം, 4 വീലേഴ്സിനാണെങ്കിൽ 6 മണിക്ക് ശേഷം, 2 വീലേഴ്സ് ആണെങ്കിൽ 4 മണിക്ക് ശേഷം കയറ്റി വിടത്തില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും അപ്പുറത്ത് എത്തിയില്ല എന്നാണെങ്കിൽ അവരെ അന്വേഷിച്ച് വരികയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അത്ര ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണത്. നമ്മൾ പോയത് സമ്മറിലായതുകൊണ്ട് അതിനു വേണ്ടി സൈറ്റിങ്സ് അല്ലെങ്കിൽ ആനിമൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. ആൻഡ് നമ്മൾ തിരിച്ചും, അതായത് വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങി നെക്സ്റ്റ് ഡേ അല്ല, ആ സെയിം വെളുപ്പിനെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ആയല്ലോ. അപ്പം അന്ന് രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ പാർട്ടാണ് കേട്ടോ. ഓക്കെ, 9:30 10 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ആൻഡ് എക്സ്പെൻസ് നമ്മൾ മിനിമം ബഡ്ജറ്റിലാണ് എപ്പോഴും പോയി വരാറ്. ഫ്യൂവലും ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേർക്കും കൂടി ഒരു 1000 rupees അത്രയും ആയിട്ടുണ്ടാവുള്ളൂ. ഫ്യൂവലാണ് പിന്നെ ഒരു എക്സ്പെൻസ് എന്ന് പറയാനുള്ളത്. ആൻഡ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. പോകുന്നവർ എന്താ പറയുക, അതായത് ഈ കറക്റ്റ് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റും ആനിമൽസും കാണണം എന്നുള്ളവർ വേറെ മറ്റേ റെയിനി സീസണിൽ പോകാൻ നോക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ മറ്റേ വീഡിയോസ് കാണുന്നില്ല റെഫർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ .green അങ്ങനെ 2-3 ചാനൽസ് ഉണ്ട്. അവരെ കണ്ടപ്പം അവരെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻസ് പറയുന്നത്. പിന്നെ അവർ കാണിക്കുന്ന പോലെ കാണിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് പിന്നെ നിങ്ങൾ ആരും വീഡിയോ കാണുന്നവരൊട്ട് ഫുള്ള് കാണത്തില്ല, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. ഇത് ഇവിടെയും ഉണ്ട് കേട്ടോ ആന. ഞാൻ പിന്നെ പറയാത്ത അതാണെന്ന് വെച്ചാൽ അത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫോണിൽ സൂം ചെയ്യുമ്പം അത്രേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ മറ്റേ ഷോളയാർ ഡാമിൻ്റെ പാർട്ടാണ്. ആൻഡ് വെള്ളം കുടിക്കാൻ ഇത് മാക്സിമം സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടാകുകൾ, നമ്മൾക്കിപ്പോൾ വിസിബിളി ഉള്ളത് ആ 2 ഉള്ളൂ. വെള്ളം കുടിക്കാനായിട്ട് വരുന്നതാണ് ഡാമിൻ്റെ അവിടത്തേക്ക്. ആൻഡ് ഇത് ഈ മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മൾ കണ്ടതെല്ലാം അതേ ഒരു ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ല. നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മേ ബി അത് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ആൾക്കാർ വീഡിയോസ് ഫുള്ള് കാണാറില്ല. എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നവർ അറ്റ്ലീസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, പക്ഷെ ആരും ഫുള്ള് കാണാത്തതുകൊണ്ടായിരിക്കണം റെസ്പോണ്ട് ചെയ്യാത്തത്. എന്തൊക്കെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ താല്പര്യം, നമ്മളെടുക്കുന്നതിൽ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ട്, അതൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം നമ്മളത്, കാരണം നിങ്ങൾക്ക് എന്താണ് കാണാൻ ഇഷ്ടമുള്ളത് അത് തന്നിട്ടല്ലേ കാര്യമുള്ളൂ, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക, റിക്വസ്റ്റാണ്. കണ്ട് വീഡിയോയ്ക്ക് എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഇതിലെന്തൊക്കെ നിങ്ങൾക്ക് ഇനി ഇതിലെന്തൊക്കെ കാണാനാണ് താല്പര്യം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വീഡിയോ പ്രസൻറ്റ് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളതിനനുസരിച്ച് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. കാരണം നിങ്ങൾ വീഡിയോസ് കണ്ടാൽ നമ്മൾ ഈ ഇടുന്ന എഫേർട്ടിന് പോലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണം എന്നാണെങ്കിൽ അത് ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളും കാണുമ്പോഴാണ്. ഓക്കെ, അപ്പം എല്ലാ തവണത്തെയും പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ നമ്മൾ
ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതാണ് നമ്മുടെ മുകളിലത്തെ ചെക്ക് പോസ്റ്റ്. നമ്മൾ താഴെ നിന്ന് കിട്ടിയ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഒരു ടിക്കറ്റ് തരും. ആൻഡ് യാ, നമ്മൾ ഓക്കെ വെളുപ്പിന് ഒരു 8, എനിക്കൊന്നൊരു 9 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ട പറഞ്ഞ ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുത്തായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ. ഡേഞ്ചർ ഏരിയ, ആനയുണ്ട്. എപ്പോ വേണേലും ആന വരും. കാര്യം പോലെ പറയണമല്ലോ. ഞാനിപ്പോ ഫ്രഷ് പിണ്ടം കാണിച്ചു തരാം. ഫ്രഷ് പിണ്ടം കണ്ടെത്തില്ല, ആനയുണ്ടേ കാണിച്ച. പെരിയ നമ്മുടെ ചെവി കൂർപ്പിക്കുക. എന്താ അപ്പോൾ കൺഫേം അവിടെ ഉണ്ടാവുന്നുള്ള. നാളെ ന്യൂസിൽ വരുമോ നമ്മള്? ഇവിടെ കാണാൻ റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഓടണോ? എനിക്ക് ബിരിയാണി കഴിച്ചേ. നല്ല ഹൊറർ ഫീലുണ്ട്. സാധനങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തലക്കാണ് ചാടി വരും സാധനം. എന്താ പേടിയാവുന്നു? എന്ത്? ആ ചേട്ടൻ പറഞ്ഞ ഇവിടെ കൊണ്ട് ചുമ്മാ അയാൾ അടുത്ത് വിറ്റാട്ടി ചുമ്മാണം പറഞ്ഞേക്കും ചിലപ്പോ. ഇവിടെ ആനപ്പെണ്ണം കിടക്കുന്നു. അതിൻ്റെ കുട്ടികളൊക്കെയാണ് തടി. ഇത് അത്യാവശ്യം നല്ല വിലയുള്ള സാധനം പോയി ഇരിക്കുന്നുണ്ട്. കിലോമീറ്ററോളം കാണാം. ഈ വഴി കൂടെ വന്നത്. പീസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം. പീസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം, പക്ഷെ പേടിയാവും. ആനയെ കാണാൻ വന്നാലോ എന്നുള്ള. എവിടെ ആനാണ്? ആനപ്പിണ്ടോ? ഫ്രഷ് ആണെന്ന് അറിയത്തില്ല.
ഇത് ആനപ്പെട്ടത് കിളിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു 3 days ആയി കാണും. എനിക്കറിയത്തില്ല. ഇത് ഉരുൾപൊട്ടി വന്ന കല്ലുകളോ? വെള്ളം വരുന്ന സമയത്ത് വെള്ളച്ചാട്ടം ഇതിലായിരിക്കും. എന്ത് രസമായിരിക്കും മൂട്. ആ തെണ്ടി ഒളിച്ചിരുന്നാ ക്യാമറ ഉണ്ടോ? അത് ഒളിച്ചിരുന്നു ക്യാമറ ഉണ്ടായിരുന്നു. ഇത് ഉരുൾപൊട്ടി വന്ന കല്ലുമല്ലോ ആണോ? ആ നല്ല കാറ്റുണ്ട് കേട്ടോ. ഹൊറർ ഫീല്. ഓക്കെ, അതെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. ഞാൻ ആ ചെമ്മീൻ കൈയൊക്കെ വെച്ച് നോക്കിയത് അതിൻ്റെ സൈസാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് മൺറോത്തുരുത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെയാണ്. ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള മൺറോത്തുരുത്താണല്ലോ, ഐലൻഡാണല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ മെയിൻ സോഴ്സ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞാൻ തുണി അലക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ കൊഞ്ച് ചെമ്മീൻ കെട്ടുന്ന പിടിച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്, നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ചെമ്മീൻ കെട്ടുന്ന ലൈവായിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. അതാണ് ഞാൻ തുണി അലക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതിന് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് മാറാനും പിടിക്കാനും നിന്നില്ല. ആദ്യമേ ചാടിക്കറി ഫ്രണ്ട് കൊഞ്ചെന്ന് കേട്ട ഒരു ഇതിലൊക്കെ ചാടിക്കറി പോയെങ്കിലും പിന്നെയാണ് ഓർത്തത് എനിക്ക് വഴി അറിയില്ലല്ലോ, സ്ഥലം അറിയില്ലല്ലോ. ആൻഡ് നമ്മളവിടെ എത്തി. ഇതാ ഇവിടെയാണ് ചെമ്മീൻ കൊടുക്കുന്നത്. ആ നിൽക്കുന്ന ആൾക്കാർ മൊത്തം വാങ്ങാൻ വന്നവരാണ്. ഇതാണ് ചെമ്മീൻ കെട്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു കനാല് പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം എല്ലാം മോട്ടർ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഇതിന്നാണ് ചെമ്മീനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അതിങ്ങനെ ചാടി പോകുന്നത് കാണാമായിരുന്നു കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ ചാടി പോകണത് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. വീഡിയോയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ടെന്നുള്ളത്. ഞാനിത് വാങ്ങാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അമ്മമ്മ പറഞ്ഞു, പോവാണ്ട ചെമ്മീൻ നീ പോകണ്ട, നീ മോളെന്തിനാ അങ്ങോട്ട് പോകുന്നേ, എന്താ കായലിലാണ് പിടിക്കുക, എനിക്ക് വെള്ളം വരെയാണ്, കായലിലാണ് ചെമ്മീനെ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കായലിലാണ്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളപ്പം ഒരു കിലോ വന്നത് ഒരു 600 rupees ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത് ഇവിടുന്ന് ലൈവായിട്ട് പിടിച്ചിട്ട് അത് ജീവനോടെ ആണ് നമുക്ക് തരുന്നത്. അപ്പം ലൈവായിട്ടുള്ള സാധനം ഞാൻ അതിനെ കൊണ്ട് വീട്ടിൽ വന്ന് കവർന്നെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ പോലും അതിന് ജീവനുണ്ട്. ഇത് കണ്ടോ, എത്ര വലിയ കൊഞ്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് റേറ്റ് റീസണബിൾ. അപ്പോൾ നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഇതിന് അത്യാവശ്യം നല്ലൊരു വില പറയും. നല്ലൊരു വില പറയുന്നത് മാത്രമല്ല, ഇത്ര ഫ്രഷായിട്ട് നമുക്ക് കിട്ടത്തുമില്ല.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ കാണാം ടൈഗർ പ്രോൺസ്, അതുപോലെ മറ്റേ ലോബ്സ്റ്റർ, ഇതൊക്കെ വരുന്നത് എന്തൊരു വിലയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ 600 എനിക്ക് ഭയങ്കര ഇപ്പൊ കണ്ട അമ്മമ്മയില്ലേ, ആ അമ്മമ്മയാണ് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. കണ്ട എന്തൊരു പാവത്താൻ ലുക്ക്, പാവമാണ് കേട്ടോ ആള്, ചുമ്മാ പറഞ്ഞതാണ് മോള് പോകണ്ട എന്നുവെച്ചാൽ അറിയാത്ത സ്ഥലമാണല്ലോ, അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞതാ. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഇതാണ് ഏതാ നമ്മുടെ കൊച്ചിന്ന് ചെമ്മീൻ്റെ ടെറർ ലുക്ക് എടുക്കാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തായിരുന്നു. ഇതേ ഒരു ചട്ടി നിറയെ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 600 രൂപയ്ക്ക്. ആൻഡ് അതിൻ്റെ സൈസ് കണ്ടു. ഈ സൈസാണ് ഞാൻ നേരത്തെയും പിടിച്ച് നോക്കിക്കൊണ്ട്, എൻ്റെ ഒരു കൈപ്പത്തിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സ്കൂളിൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ. ദേ ഈ കാണുന്ന ഐറ്റം ഇത് എന്താണെന്നും ഇതിനെ കൊണ്ട് ഇങ്ങനെയും പരിപാടി ഉണ്ടെന്നുമുള്ളത് എത്ര പേർക്ക് നേരത്തെ അറിയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ARM വ്ലോഗ്സ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് നമ്മുടെ വാട്ടർ മെട്രോ ട്രൈ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി പോയപ്പം അവിടെ വെച്ച് കണ്ടതാണ് ഈ ചേട്ടൻ്റെ പേര് കുമാർ എന്നാണ്, തിരുനെൽവേലി എന്നാണെന്നായിരുന്നു പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേയ്സ് ആ ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാള, പോത്ത്, ഇതൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ കൊമ്പ് വെച്ചിട്ട് ചീപ്പ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു 4 ചീപ്പിന് വേണ്ടിയിട്ട്, അഡ്വാൻസും പേ ചെയ്തിട്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പം. അതായത് നമ്മൾ ആ പോയതിൻ്റെ തലേ ദിവസമാണ് അവർ വന്ന് ഓർഡർ ചെയ്തത്. നമ്മൾ ആ പോയ ദിവസം വൈകുന്നേരം വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഉച്ചയ്ക്ക് വന്നതാണ്, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഈ ഒരു കാർഡ് കണ്ടോ, ആ കാർഡിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നും, അതായത് ഷേപ്പ് വൈസ് ആണ് കേട്ടോ. ഇപ്പോൾ ആ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മീനിൻ്റെ ഷേപ്പിലാണ്. നമുക്കവിടെ മീനിൻ്റെ ഷേപ്പിലുണ്ട്, ചെറിയ മീൻ, വലിയ മീൻ, ആന, മയിൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ വിലയും അതുപോലെ തന്നെ ഓരോന്നും ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തലേ ദിവസം വന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാണ്. പിറ്റേ ദിവസം വൈകുന്നേരം വരാനാണ് പറഞ്ഞത്. പക്ഷെ അവർ ഉച്ചയ്ക്ക് വന്നു, ആയിട്ടുണ്ടായിരുന്നില്ല. അവർക്കുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ആ ചെയ്തു വെച്ചിരിക്കുന്നതും അവർക്കുള്ളതാണ്. മൊത്തം 4 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനിൻ്റെയാണ്. നിങ്ങൾക്കിത് ഞാൻ ഓക്കെ, എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തരാൻ വലിയ അറിവുമില്ല. സംഭവം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു അറിവാണിത്, ഈ കൊമ്പിനെ കൊണ്ട് ചീപ്പ് ഉണ്ടാക്കും എന്നുള്ളത്. ആൻഡ് ഈ ഒരു നോട്ടീസ് കണ്ടോ, ഇതൊരു 10 വർഷം മുന്നേ ചെയ്ത നോട്ടീസാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി അന്ന് ആ നോട്ടീസ് ചെയ്ത അതേ ലേഡി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആളും തമിഴാണ്, അവിടുത്തെ ഏതോ ലോക്കൽ മീഡിയ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം പുള്ളിക്കാരി വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പം മോർ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ട് പുതിയൊരു നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് പോകുമ്പോഴാണ്, നമ്മൾ നിൽക്കുമ്പോഴാണ് അത് വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ചേട്ടൻ ആ ചീപ്പിൻ്റെ പല്ല്, നമ്മൾ ഈ കൊമ്പിലെ പല്ലില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് കാണാൻ ഓക്കെ, ഞാനത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. കാരണം ഏറ്റവും ചെറിയ ചീപ്പ്, ഏറ്റവും ചെറിയ മീനിൻ്റെ ചീപ്പ്, അതിന് തന്നെ 500 രൂപയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു എക്സ്പെൻസീവാണ്. പക്ഷെ അവിടെ നിന്ന് ഇതിൻ്റെ പ്രോസസ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ 500 രൂപ ഫൈനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആളിടുന്ന എഫേർട്ട്, ആളെടുത്തിട്ട് ഇത്ര സ്പീഡായിട്ടും ഇത്ര കൂളായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പം അല്ലാന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മളൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിനൊരു പീസ് ഇപ്പം ഉണ്ടാക്കണം ആ ഒരു മീൻ, ഇത് എങ്ങനെ ഈ മീനിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു, ഫുള്ളായിട്ടുള്ളൊരു ആ വലിയ കൊമ്പ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിന് മുന്നേ അതിന് ശേഷമാണ് നമ്മളവിടെ എത്തിയത്. നമ്മൾ ചെന്നതിന് ശേഷമാണ് ആ ചേട്ടൻ ചീപ്പിൽ ആ പല്ലൊക്കെ ഇടുന്നത്. ആൻഡ് അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് ചെയ്യുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത്രയും വലിയൊരു പീസ് വെറുതെ ആയിപ്പോയില്ലേ. അതാ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ആൾ ഇത്രയും ചെയ്യുന്നത്. അല്ലാതെ നല്ല എഫേർട്ടുള്ള പണിയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന അതിൻ്റെ കണ്ണ്, പിന്നെ വായ, പിന്നെ അതിൽ ഡിസൈൻ ചേതമ്പല് പോലത്തെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കുവാണ്. ഇതിൻ്റെ ഓക്കെ വേർത്ത് ദ മണി എന്ന് ഞാൻ പറയാൻ ആളുടെ എഫേർട്ട് മാത്രമല്ല, എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗൂഗിൾ സെർച്ച് ചെയ്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടിക്ക് വളരെ നല്ലതാണ്, ഈ കൊമ്പിനെ കൊണ്ടുണ്ടാക്കുന്ന ചീപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് ഒബ്വിയസ്ലി കൊമ്പാണ്, നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിലൊരു കെരാറ്റിൻ ഉണ്ട്, നമ്മുടെ ഹെയറിന് വേണ്ട അതേ കെരാറ്റിൻ, നമ്മുടെ ഹെയറിലുള്ള അതേ കെരാറ്റിൻ കൊമ്പിലുണ്ട്. അപ്പം അത് യൂസ് ചെയ്യുമ്പം നമ്മുടെ ഹെയറിലും ആ കെരാറ്റിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഒന്ന്. പിന്നെ ബ്രേക്കേജ്, ഹെയറിൻ്റെ മുടി പൊട്ടിപ്പോകുന്നു അത് കുറയ്ക്കും. അതുപോലെ ഡീടാംഗ്ലിങ് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ മറ്റേ നാച്ചുറൽ നമ്മുടെ സ്കാൽപ്പ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെയാണ്. ഇനിയും ഉണ്ട് ബെനിഫിഷ്യറീസ്. ഞാൻ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഓർത്ത് അന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്ന് നോക്കിയെന്ന് ഓർമ്മയുള്ളത് മാത്രം ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഇത് ഇപ്പം കാണുമ്പോൾ കുറച്ച് റഫായിട്ടുള്ളൊരു സർഫേസ് ആണ് കേട്ടോ ആ ചീപ്പിനുള്ളത്. പക്ഷെ അത് സ്മൂത്ത് ആവണം എങ്ങനെ അറിയൂ. അതും എനിക്ക് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് തോന്നി. നമ്മുടെ ഈ പഴയ ട്യൂബ് ലൈറ്റ് ഇല്ലേ, മറ്റേ ഉള്ളിൽ ആ വെള്ളപ്പൊടി പോലത്തെ സാധനമുള്ള ആ ട്യൂബ് ലൈറ്റിൻ്റെ പീസസ് കട്ട് ചെയ്തെടുത്ത്, ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഇങ്ങനെ ചുരണ്ടും അത് ആ ചുരണ്ടുന്നതിന് മുന്നേ ഉള്ള ആ പീസും ചുരണ്ടി കഴിഞ്ഞിട്ടുള്ള പോർഷനും ഭയങ്കര ഡിഫറെൻറ്റ്. ഈ ഫോണിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ക്ലിയറായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് അത് ഭയങ്കര ഡിഫറൻസ് വരും ആ ചീപ്പിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റേ ഇതിന് ചീന്തി അതൊന്ന് എന്തോ എനിക്ക് ഓർമ്മയില്ല എന്താ പറ്റിയെന്ന്. പക്ഷേ ക്യാമറ എന്തോ ഇളകിയതായിപ്പോയതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ട്യൂബിൻ്റെ പീസ് വെച്ച് ചുരണ്ടി എടുക്കുമ്പോൾ വരുന്ന ചേഞ്ചസ്. ആ ചില്ലിൻ്റെ പീസ് വെച്ച് ചുരണ്ടുമ്പോൾ അതിന് ഭയങ്കര ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുരണ്ടി എടുത്ത ഇങ്ങനെ താഴെ കിടക്കണം കണ്ടോ കുറേ പൊടിയും അതിൻ്റെ വെള്ളപ്പൊടിയും ഇങ്ങനെ ചീന്തിയെടുത്ത ആ പീസസ് തന്നെ എടുത്തിട്ട് ഒന്ന് ഉരയ്ക്കും. അത് വലുത് അവിടെ വേറെ കവറിലുണ്ട്, അതൊന്നും എടുത്തിട്ടാണ് ആ ചേട്ടൻ വരയ്ക്കുന്നത്. അന്നേരവും അതിൻ്റെ ഫിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടി വരിക ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതില്ലേ വെളിച്ചെണ്ണ, മറ്റേ പാരച്യൂട്ടിൻ്റെ 10ൻ്റെ ബോട്ടിൽ അത് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഗ്ലോസും കാര്യങ്ങളും വരും. നല്ല അടിപൊളി സാധനമാണ്. എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ഇൻ കേസ് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടിപ്പാണ്. എൻ്റെ ടിപ്പല്ല, ഗൂഗിളിൻ്റെ ടിപ്പാണ്. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ ഹെയറിലാണ് യൂസ് ചെയ്യുന്നതെന്നാണെങ്കിൽ ഇത് കൊമ്പല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു നാച്ചുറൽ സ്മെല്ല് ഉണ്ടാവുക, അത് എമിറ്റ് ചെയ്യും. ആ സ്മെല്ല് എമിറ്റ് ചെയ്യും, ഓർഡർ എമിറ്റ് ചെയ്യും. അത്ര വൃത്തിയായിട്ട സ്മെല്ല് അങ്ങനെയല്ല, പക്ഷെ ലൈറ്റായിട്ട് ആ ഓർഡർ എമിറ്റ് ചെയ്യും. ഒന്ന്. സെക്കൻഡ്ലി, നമുക്കിത് കുറച്ച് കാലം കൂടി ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ചൂടുള്ളിടത്ത് ഹൈ ഹീറ്റിലേക്ക് ടെമ്പറേച്ചറിലേക്ക് വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പം അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കൊമ്പായതുകൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷണലി എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് എൻ്റെ അറിവില്ല, ഗൂഗിൾ പറഞ്ഞു തന്ന അറിവാണ്. ആൻഡ് ഇതെന്താ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ആ കീറിയ പീസ് വെച്ചിട്ട് ചിന്തിയ ആ പൊടി പോലത്തെ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയും വെച്ചിട്ട് തേക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറ്റില്ല, ഓർഡർ ചെയ്യണം, നേരത്തെ പറയണം. എന്തായാലും ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ, കുമാർ എന്നാണ് പേര്, നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലാണെങ്കിൽ വിളിച്ചാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സാധനം കിട്ടും. ഇതാണ് ചേട്ടൻ ഉണ്ടാക്കിയ മീൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ആ വഴി പോകുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Hello guys and welcome to another video ARM vlogs. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും 2 ഫ്രണ്ട്സും, ജൂബിൻ ആൻഡ് ശ്രുതി. നമ്മളൊരു ദിവസം നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വെളുപ്പിന് അവിടെ എത്തി. അതേ ഈവനിങ് റിട്ടേൺ വന്ന് നൈറ്റ് വീട്ടിലെത്തി. അങ്ങനെയാണ്, എവിടെയും സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ മിനിമം ബഡ്ജറ്റിലാണ് പോയി വന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 4000 ബിലോ ആണ് നമുക്ക് 4 പേർക്കും കൂടി ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തത് ഈ പുള്ളേനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ തന്നെ ആളെ ഒന്ന് ക്യാപ്ചർ ചെയ്തത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പ്രൗഡിയിലായിരുന്നു പുള്ളി നോക്കുന്നുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. തലയൊക്കെ എടുത്ത് വെച്ച് അടിപൊളിയായിരുന്നേ.
നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ആള് സ്പോട്ട് ചെയ്യുന്നത്. കാരണം വീഡിയോയിലും ക്ലിയറായി കിട്ടണ്ടേ. ആൾക്കെന്തോ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് കഴുത്തിൽ. കമ്പ് എന്തെങ്കിലും കുത്തിക്കേറിയതാണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെയോ ടോർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചാണ് ആളെ ഒന്ന് സ്പോട്ട് ചെയ്തത്. ഹലോ മോത്തടിച്ച് ശല്യക്കാരൻ നിന്ന് എടുത്തിട്ട് പോട്ടത്. ചാടിയണം വന്നു കഴിഞ്ഞാണ്ടല്ലോ ജോബിന് എന്റെ വണ്ടിയാ പോന്നെ. സൗണ്ട് ഉണ്ടാകാടാ. ടോർച്ച് മൂത്തോടിച്ച് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് മര്യാദക്ക് കുഴപ്പമില്ല. അങ്ങനെ അത് തിരിച്ചു പോയി. കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തുതരാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ശല്യങ്ങൾ വീഡിയോ എടുത്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും നിന്ന് തന്നു. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. അവിടെ കാറിൽ റെസ്റ്റ് എടുത്തു. 7 ഒക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. സൺറൈസ് ആയപ്പോഴത്തേക്കും ആൻഡ് എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം മൂന്നാർ പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എക്സ്പ്രസ് ചെയ്ത് പോകുന്നതാണ്. ആ ഒരു സൺറൈസും ആ ഒരു ബ്യൂട്ടിഫുൾ വെതറും നേച്ചറിൻ്റെ ആ ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയും എല്ലാം കണ്ട് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. കടകളൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏർലി മോർണിംഗ് അല്ലേ. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ മലയെണ്ണാനും കുരങ്ങന്മാരും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളധികം ഈ ട്രിപ്പിൽ അധികം ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്തില്ല കേട്ടോ. ആകെ കണ്ടത് കുറച്ച് മ്ലാവിനെ കണ്ടു, മങ്കീസ്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ മലയെണ്ണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, ആ മരത്തിൽ മലയെണ്ണാനുണ്ട്. ആ മലയെണ്ണാനെ കണ്ടു. പിന്നെ ആനേനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇത് കണ്ടോ, മലയെണ്ണാൻ ആ മരത്തിൽ കിടന്ന് കളിക്കുന്ന. ആ മരത്തിൽ കുറേ ഉണ്ടായിരുന്നു. കുറേ മങ്കീസും ഉണ്ടായിരുന്നു അവിടെ.
നമ്മളങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെയൊക്കെ കളിയും അതുപോലെ നേച്ചറും ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ആനയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല കേട്ടോ. ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ പറഞ്ഞായിരുന്നു ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെളിയിലേക്ക് ഇപ്പോൾ ഇറങ്ങാറില്ല, വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് കൂടെ ഒഴുകുന്ന അരുവിയിലൊന്നും. അതുകൊണ്ടായിരിക്കും എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഉള്ള ഏരിയ, ആനയൊക്കെ ഉള്ള ഏരിയയാണ്, പക്ഷെ ഉപദ്രവിക്കാത്ത ആനകളാണ്. അതായത് അങ്ങനെ ഉപദ്രവം ഇല്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ വിട്ടത് വട്ടവടയ്ക്കാണ്. ഞാൻ എന്തായാലും ഞാനിതിൽ ഫുള്ളായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓരോന്നും കാണുമ്പോൾ ഉള്ള നമ്മുടെ എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ ഓൾറെഡി വീഡിയോയിലുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇതുണ്ടാവും, രസമുണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് വന്ന ആ ഒരു നാച്ചുറലായിട്ടുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീഡിയോയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും മതി. ഞാൻ വോയിസ് ഓവർ ചെയ്ത് കൂടുതൽ വൃത്തികേടാക്കുന്നില്ലേ വീഡിയോ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലാണ്, അതായത് ഈ വീഡിയോ കാണുന്നവരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും കയ്യിലാണ് നമ്മുടെ ചാനലിൻ്റെ ലൈഫ് കിടക്കുന്നത്. പുതിയ ചാനലാണ്, ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനും എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവരും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അത് റിക്വസ്റ്റാണ്. എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലുമല്ലോ ഒബ്വിയസ്ലി ഉണ്ടാവും, ചേഞ്ചസ് വരുത്താനുണ്ടാവും, കാരണം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ എന്ത് മാറ്റം വരുത്തണം, എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ത്രൂ അറിയിക്കാം. കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പം അത് കമൻറ്റ് ത്രൂ അറിയിക്കാം. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. കടയൊക്കെ ഇവിടെ കടയൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. എന്തോ ഇത് കാണിച്ചു വിന്റെ തീ തുപ്പുന്ന എന്തോ അത് മറ്റേ ആലയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ കറക്കി തീ വരുന്നത്. കടകളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം അടച്ചിട്ടേ ഉള്ളൂ. ഇവിടെ കട തുറക്കാൻ സമയമായിട്ടില്ല.
ശരീരം പൊളിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ ആനവണ്ടി കാണുന്നത് മലയാളികൾക്കൊരു വികാരമാണല്ലേ. അത് ആനവണ്ടി കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ടു. അങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ നമ്മൾ വണ്ടിയുടെ നമ്പറും എത്ര പേരുണ്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി വട്ടവടയിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത്. എന്ത് ഭംഗിയല്ലേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ സൺലൈറ്റ് വരുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു മൈതാനം പോലത്തെ സ്ഥലം എത്തി. മുന്നേ അവര് പോയപ്പം അവരെ അവിടെ നിർത്തിയപ്പം ഫോറസ്റ്റുകാര് വന്ന് വണ്ടി എടുത്തോണ്ട് പോവാൻ പറഞ്ഞു. ഇപ്പൊ അവിടെ ബസ് നിർത്തിയിട്ടപ്പോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെയെന്നാണ് പ്രശ്നം. അതാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ഇതായിരിക്കും അവരുടെ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസും കാര്യങ്ങളും കോട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരടിപൊളി മൈതാനം പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭംഗി. ആ പുല്ലുന്നൊക്കെ ഇങ്ങനെ തണുപ്പിൻ്റെ ആ ഒരു ഫോമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വെയിലടിക്കുമ്പോൾ. അത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആവണമെന്ന് അറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ഈ റോഡും രക്ഷയില്ലാത്ത റോഡാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റോറൻ്റാണ്. നമ്മളിവിടെ കയറിയത് ഈ ഒരു വ്യൂ മാത്രം കണ്ട് കയറിയതാണ്. ഈ താഴെ കാണുന്നത് മൊത്തം സ്ട്രോബെറിയും പിന്നെ അങ്ങനെ കുറേ അതൊക്കെ കൃഷി ചെയ്യണ സ്ഥലമാണ്. സ്ട്രോബെറി ഒരു രക്ഷയില്ല. ഞങ്ങൾ കയറി ട്രൈ ചെയ്തായിരുന്നു. സ്ട്രോബെറി ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു 3 നെയ് റോസ്റ്റും ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ആ വീഡിയോ ഒരു സെൽഫി വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറയാലോ. ഒരു ഓക്കെ വിശന്നിരുന്ന് കഴിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പൊ നമ്മൾ അവിടുന്ന് കണ്ട സ്ട്രോബെറി തോട്ടത്തിലേക്കാട്ടോ ഇനി പോകുന്നത്. ഇതിൻ്റെ ഒന്നും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. കാരണം നമ്മൾ തന്നെ സംസാരിക്കുന്നുണ്ട് അതിൽ. பெரிய ஃபான்ஸ் இருக்கு, ரொம்ப ஃபான்ஸ் இருக்கு.
ഇവനെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ? ഇതിലെ പോയി കഴിഞ്ഞാ അടിപൊളി സ്ട്രോബെറി തോട്ടമുണ്ട്. അതെന്താ അറിയോ, ആ പുള്ളി പോയത് കണ്ടോ, 2 കവറ് നിറയെ സ്ട്രോബെറി ആയിട്ട് പോയതാണ്. സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളി കേൾക്കാത്ത പോലെ പോയി കളഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ചോദിച്ചത് കേട്ടു എന്ന് പറഞ്ഞാലല്ലേ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കേൾക്കാത്ത പോലെ പോയിന്ന്. എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ബോക്സ് എത്ര ഉണ്ടാവും? നമ്മളവിടെ പെർമിഷൻ വാങ്ങി സ്ട്രോബെറി തോട്ടത്തിൽ കയറി. ആ ചേട്ടനോടൊന്ന് ചേട്ടൻ നനയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഒരു സ്ട്രോബെറി എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കി. ആ സ്ട്രോബെറി കഴിച്ചിട്ട് ഞാൻ എക്സ്പ്രഷൻ ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, സ്ട്രോബെറിയുടെ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ബോക്സ് കിട്ടുന്നൊന്നും കൊള്ളത്തില്ല, ഭയങ്കര പുളിയായിരിക്കും. പക്ഷെ ഇതിന് ആ സ്ട്രോബെറിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു എക്സ്പ്രഷൻ മുതൽ ഞാൻ പറയുന്നത്, വീഡിയോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ എന്ന്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല. കൊള്ളല്ലേ? മറ്റേ സാധനം റാസ്ബെറി അല്ലേ ഇത്? അതൊക്കെ ഇവിടെ വളരൂ. ഇത് പ്രാഷൻ ബൂട്ട് ഇത് കണ്ട്, ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് പേർപ്പിൾ കളറിൽ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. അവിടെയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ ബ്രോക്കോളി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, ബ്ലാക്ക്ബെറീസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. ബ്ലാക്ക്ബെറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഈ സ്ട്രോബെറിക്കാണെങ്കിലും ആദ്യമേ ആ ചേട്ടൻ 150 റുപ്പീസ് ബോക്സിന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മൾ സംസാരിച്ച് 1/2 കിലോ 150ക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആള് വരാൻ
ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങാണ്ട് പോരുകയാണ് ചെയ്ത്. ഇത് കണ്ടോ, ഈ മുന്നേ കണ്ടത് ഗ്രീൻ പീസാണ് ആൻഡ് ഇത് ക്യാബേജ്. ഇത് വേറെ തോട്ടമാണ്. ഇവിടുത്തെ സ്ട്രോബെറി ഈ കളറിലായിരുന്നു, പക്ഷെ ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ സ്ട്രോബെറി വൈന്, സ്ട്രോബെറി ജാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വൈൻ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വാങ്ങുകയും ചെയ്തു കേട്ടോ. ഒരു 1/2 ലിറ്റർ വാങ്ങി 150 റുപ്പീസിന്. പക്ഷെ 1/2 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി 1 ലിറ്ററിൻ്റെ കുപ്പിയിലൊരു 3/4 ഭാഗത്തോളം തന്നിട്ടുണ്ടായിരുന്നേ. അത് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വൈൻ ടേസ്റ്റ്. എന്നുവെച്ചാൽ വൈനിൻ്റെ ആ ചവർപ്പും കാര്യങ്ങളും അത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയിലും ഒക്കെ ഒരു സ്വീറ്റ്നെസ്സാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓൺ ദ വേ ബാക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് നല്ല സീൻസ് കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തി വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണുമ്പം മനസ്സിലാവും. ഞങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഞങ്ങളെന്നിട്ട് പറയുകയും ചെയ്തു. നമ്മളിതൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് നമ്മൾ ഈ കണ്ണിൽ കാണുന്ന ആ ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ കിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാനായിട്ട് എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് അന്ന് കണ്ട ആ ഒരു ഇതിലും കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, നമ്മളത് കണ്ട സാധനം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ആ ഭംഗിയുണ്ട്, രസമുണ്ട് കാണാൻ. എനിക്ക് ഓക്കെ, എന്തായാലും വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ചാനലാണ്. ലോങ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആൻഡ് അതിൻ്റേതായ എല്ലാ കുറവുകളും കാണും. എല്ലാം ഒന്ന് നിങ്ങളാണ് ഇതിലെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത് നിങ്ങളാണ് ഇനി പറഞ്ഞു തരേണ്ടത്. അത് ചെയ്യണം, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതുപോലെ ചേഞ്ചസ് വരുത്താം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതല്ലേ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, ഞാൻ നിർത്തുവാണ്. വീഡിയോ കാണുക. കൂടുതലൊന്നുമില്ല, നമ്മളിനി റിട്ടേൺ പോവാണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരോടും ലാസ്റ്റായിട്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക, എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുള്ളത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കിട്ടിയാലേ നമുക്ക് നമ്മുടെ ചാനലും വീഡിയോസും കൂടുതൽ ബെറ്ററാക്കാൻ പറ്റുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്ത് അതിനനുസരിച്ചുള്ള എന്താണെന്നുള്ളത് കമൻറ്റ് വഴി അറിയിച്ചാൽ മതി.
മങ്കീസ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇവരുടെ ബിഹേവിയർ വാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നല്ല രസമാട്ടോ. ഈ തീരെ കുഞ്ഞന്മാരെ കണ്ടോ, കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലൊക്കെ മുടി ഫുള്ളായിട്ട് വന്നിട്ട് പോലും ഇല്ല. അവറ്റകളൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സേഫായിട്ട് കൊണ്ട് നടക്കുക. പിന്നെ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ആ വിൻഡോ അങ്ങ് തുറക്കുമ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഇങ്ങനെ രണ്ട് കാലം നിന്ന് തലയൊക്കെ ഇവൻ തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നോക്കുമായിരുന്നു അകത്തുനിന്ന് പ്ലാസ്റ്റിക് കവറിന് സൗണ്ട് കേൾക്കുമ്പോൾ. പിന്നെ ഇവരുടെ ഹെയർ കണ്ടോ, ഇങ്ങനെ മറ്റേ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ പോലെ ഇങ്ങനെ കുറ്റി പോലെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ മങ്കീസിൻ്റെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്തിരിക്കാൻ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നല്ല രസമാണ് ഇവരാണെങ്കിൽ പിന്നെ മനുഷ്യരായിട്ടൊക്കെ നല്ലപോലെ ഇടപഴകി പരിചയമുള്ളതുണ്ടോയെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരും അങ്ങനത്തെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്ക് പേടി കൂടുതലായതുകൊണ്ടാണ്. അല്ലാണ്ട് അങ്ങനെ പേടിപ്പിക്കാനും വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ലേ. നല്ല രസം ഇവരുടെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനും വേണ്ടി. അടുത്താരും വരുന്നുണ്ടാകുന്നു. വെള്ളം വന്നിട്ട് വിസ്തരം എടുത്തോണ്ട് പോണത്. സ്കാൻ ചെയ്യാൻ ഞാൻ നെറ്റില്ല, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് ചോദിച്ച് സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്ത് വെച്ചത്. ഇതെന്ത് സാധനം, പെയിൻ കില്ലർ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിർത്തിയിട്ട് വാങ്ങാം. ഞാൻ എൻ്റെ കയ്യിലില്ല. ഫ്രണ്ട് വേണമെങ്കിൽ ക്യാമറയിലെടുത്ത് ഫോൺ കെട്ടിത്തരുന്നു. നല്ല ക്ലാസ്സിങ് ഉണ്ടാവും. ഫോട്ടോസൊക്കെ എടുക്കണ കേട്ടോ, 30 രൂപ ഉള്ള കേട്ടോ. ക്യാമറയിലെടുത്ത് ഫോൺ കഴിച്ച് തരും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. മൊബൈലിലെടുക്കുന്നതിനകത്ത് ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. മൊബൈലിലെടുത്ത് നമ്മൾ സൂം ചെയ്താൽ ബ്ലർ വരില്ല, അങ്ങനെയൊക്കെ വരില്ല. അത് ഇങ്ങോട്ടുള്ള വരവാ കേട്ടോ, എല്ലാത്തിനും ഡീൽ ചെയ്ത് കിട്ടും. ഞാൻ പോയെന്നും പറഞ്ഞിട്ട് പിന്നെയും വന്നു എന്ന് വിചാരിക്കണ്ട. ഇതൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുത്തരാൻ ക്യാമറയിൽ. നമ്മൾ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പോൾ ക്ലിയർ ആവില്ല എന്നൊക്കെ. 30 രൂപയേ ഉള്ളൂ ഫോട്ടോസിന്. അതുപോലെ അവിടെ കുറച്ച് വേറെ 2-3 പേരുണ്ടായിരുന്നു. മറ്റേ ഡ്രോണിൽ വീഡിയോ എടുത്ത് തരും. 300 രൂപയാണ് 1 മിനിറ്റ് ഷോട്ടിന്. അപ്പം ഇതുപോലെ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ
എടുത്തില്ല. എടുക്കണം എന്ന് പിന്നെ അത് റിഗ്രറ്റ് ആയിരുന്നു എടുക്കണം എന്നുള്ളത്. അപ്പം അതും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കെങ്കിലുമൊക്കെ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഡ്രോണിലൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. 300 രൂപയുള്ളൂ. പിന്നെ നമ്മൾ ഓൺ ദ വേ ബാക്ക് ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ കയറിയിട്ട് നമ്മൾ ഒരു കാർഡമം ടീ, ഒരു മസാല ടീ, പിന്നെ 2 ചോക്ലേറ്റ്സും 100 ഗ്രാംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ചായക്ക് ഓരോ ബോക്സിന് 150 റുപ്പീസും. ചോക്ലേറ്റ് ആള് പറഞ്ഞത് നമുക്ക് കുറച്ച് തരികയാണെന്നും പറഞ്ഞിട്ട് 100 ഗ്രാംസിന് 80 റുപ്പീസും വെച്ചാണ് തന്നത്. ചോക്ലേറ്റും ചായപ്പൊടിയൊക്കെ അടിപൊളിയായിരുന്നു. ചായപ്പൊടി പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പാൽ ചായക്ക് ഇടണമെങ്കിൽ കുറേ പൊടി ഇടണം, എന്നാലേ കടുപ്പം കിട്ടുള്ളൂ. അതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതല്ലാതാണെങ്കിൽ ഏലക്കയുടെ മണമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഏലക്കയുടെ വില ചോദിച്ചു. എൻ്റെ പൊന്നോ, 1/2 കിലോയ്ക്ക് 1900 രൂപ പറഞ്ഞു. അതാണെങ്കിൽ മിനിമം 1/2 കിലോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ താനും. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. ഇനി ഞാൻ ശരിക്കും വോയിസ് ഓവർ നിർത്തിയേ. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ദയവ് ഇത് ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു. ഞാൻ ബൈ ബൈ പറഞ്ഞു പോയെന്നും പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കല്ലേ. ഫുള്ള് വീഡിയോ കാണണം കേട്ടോ. Thank you.